ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവവചന ശ്രവണമാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള മറ്റൊരു മാർഗം. നമ്മുടെ ആഴമായ വിശ്വാസത്തോടൊപ്പം ദൈവവചന ശ്രവണവും അതിനനുസരിച്ചുള്ള ജീവിതവും നമ്മെ ദൈവാനുഗ്രഹത്തിന് പ്രാപ്തരാക്കുന്നു. ദൈവവചന ശ്രവണം, ദൈവവചന വായന, ദൈവവചനത്തിന് അനുസരിച്ചുള്ള ജീവിതം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം ശ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം അനുഗ്രഹമാണ് ദൈവം നൽകുന്നത് എന്ന് നിയമാവർത്തന പുസ്തകം അധ്യായം 28:2 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിയമാവർത്തന പുസ്തകം അധ്യായം 28:2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഞാനാകുന്ന വ്യക്തിക്ക് അനുഗ്രഹം ലഭിക്കും. എന്നാൽ എൻ്റെ ഈ അനുഗ്രഹം എൻ്റേതായ നഗരം ആകുന്ന ജീവിതത്തിൽ മാത്രമല്ല, പക്ഷേങ്കിൽ എൻ്റെ വയലുകളിലേക്ക് അത് വ്യാപരിക്കും. എൻ്റെ വയലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രവർത്തന മേഖലകളാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹം എൻ്റെ നഗര സീമാന്തങ്ങളിൽ മാത്രമല്ല, എൻ്റെ കുടുംബങ്ങളിൽ മാത്രമല്ല, എൻ്റെ പ്രവർത്തന മേഖലകളിലും അത് വ്യാപിക്കും. എൻ്റെ സന്തതികളും വിളകളും മൃഗങ്ങളും ആട്ടിൻപറ്റവും എനിക്ക് ജീവൻ നിലനിർത്തുവാനായിട്ട് ഞാൻ ശേഖരിക്കുന്ന അപ്പക്കഷ്ണങ്ങളും എൻ്റെ എല്ലാവിധ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 1:14 വചനം ഇപ്രകാരം പറയുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതേ, ആദിയിൽ വചനമായിരുന്ന ദൈവം ഇതാ ഭൂമിയിൽ മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ വചനം മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവായ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹ പ്രാപ്തിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് കണ്ണുകളടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പിതാവായ ദൈവത്തിൻ്റെ വചനമായി ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി പിറക്കുകയും വചനം മാംസമായി ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നതിന് വേണ്ടി നീ കടന്നു വന്നല്ലോ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അങ്ങയെ ശ്രവിച്ചുകൊണ്ട്, വചനം ശ്രവിച്ചുകൊണ്ട് ജീവിക്കുന്നവനായി മാറുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.